പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിജിന. ഞാൻ മാമ്പ്ര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജർമ്മനാണ് ചൂസ് ചെയ്തത്. ജർമ്മൻ A1, A2, B1, B2 പഠിച്ചു കഴിഞ്ഞു. എക്സാമൊക്കെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മൊത്തം ഞങ്ങൾക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്. സ്പ്രെഹൻ, ഷ്രൈബൻ, ലേസൺ, ഹ്യോറൻ. ആ 4 മൊഡ്യൂളും ഞാൻ ആദ്യം എഴുതി. പക്ഷെ എനിക്ക് 2 കിട്ടിയുള്ളൂ. ലേസനും ഹ്യോറനാണ് എനിക്ക് കിട്ടിയത്. ബാക്കി 2 എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം സെൽഫ് കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ അത്യാവശ്യം പഠിക്കുന്നൊരു കുട്ടിയാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂളും കിട്ടി പാസ്സായി പോകുന്നുള്ളൂ എന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. പക്ഷെ എനിക്ക് 2 മൊഡ്യൂൾ മാത്രം കിട്ടിയുള്ളൂ. ബാക്കി 2 കിട്ടാണ്ടായപ്പോൾ ആകെ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി 2 വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. സെക്കൻഡ് അറ്റംപ്റ്റിലും എനിക്ക് ആ 2 മൊഡ്യൂൾ കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ വിഷമത്തിനേക്കാളും ഭയങ്കരമായിട്ട് വിഷമമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി എന്നോട് ഈ കൃപാസന മാതാവിനെ പറ്റി പറയണേ. പക്ഷെ എനിക്ക് നേരത്തെ അറിയാം. ചേച്ചി എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാം, ബാക്കിയൊക്കെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി കേൾക്കണതൊക്കെ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ റീൽസിൽ കൂടെയാണ് ഞാൻ മാതാവിനെ പറ്റി കേൾക്കാറ്. ഓരോ ട്രോൾ വീഡിയോസിൽ കൂടെയാണ് ഞാൻ കേൾക്കാറ്. ഉപ്പിനെ പറ്റിയുള്ള ട്രോൾ വീഡിയോ, പിന്നെ കൃപാസന പത്രത്തിനെ പറ്റിയുള്ള ട്രോൾ വീഡിയോ, അങ്ങനെയൊക്കെ ഞാൻ കേൾക്കാറ്. അതുകൊണ്ട് ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് എൻ്റെ മൈൻഡിൽ കൃപാസന മാതാവിനെ പറ്റി കിടക്കണേ. പക്ഷെ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്നുള്ള തോട്ടെടുത്തു. അങ്ങനെ ഞാനിവിടെ വന്നു. ഓഗസ്റ്റിലാണ് 2025 ഓഗസ്റ്റിലാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. ദെൻ സെപ്റ്റംബർ 2025 അമ്മ എന്നെ കുറേ നിർബന്ധിച്ചു, ഉടമ്പടി എടുക്ക്, എല്ലാം ശരിയായിക്കോളും, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 2025 ഞാൻ ഉടമ്പടി വന്നെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിബന്ധനകളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനകത്ത് ആകെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ, കൃപാസന പത്രം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. ബൈബിൾ വായിക്കണേലും പ്രാർത്ഥിക്കണേലും അതൊന്നും വലിയ കുഴപ്പമില്ല, 4 ആൾക്കാർ അറിയില്ല. പക്ഷെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ 4 ആൾക്കാർ അറിയും. എൻ്റെ ഓറ ഫുള്ളും പോവും, എൻ്റെ സ്റ്റാൻഡേർഡ് ഫുള്ളും പോവും എന്നുള്ളൊരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. ഞാൻ അത്യാവശ്യം ഭയങ്കര പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് പിടിച്ച് നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഫുള്ളും പോകുമെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തേലും ആവട്ടെ ചെയ്യാം, കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇതൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മാതാവ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കും എന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാണം കെട്ടായാലും കുഴപ്പമില്ല, ഞാൻ പത്രം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ വട്ടം ഞാൻ ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടുകൊടുത്തത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുകൊടുക്കുമ്പോൾ ഒരു ആൾ വന്ന് എന്നോട് പറയാം, ഇത്ര ചെറുതിലെ ഉടമ്പടി എടുക്കേണ്ട അവസ്ഥയായല്ലേ, അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടമായിപ്പോയി എന്നുള്ളൊരു തോട്ടെ. എനിക്ക് എന്തോ വലിയൊരു ദുരന്തമാണ് കിട്ടിയേക്കണേ. ഈ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ ദുരന്തമാണെന്നുള്ള രീതിയിലാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അത് ഉടമ്പടി എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധമോ കൃപയോ ഒന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്ത് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പത്രവും കൊടുക്കണേ. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. രാത്രി ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഒരു സാക്ഷ്യം കേട്ടു. അന്ന് മുതലാണ് ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങണേ. സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ സാക്ഷ്യത്തിൽ വന്ന് പറയാം, ചേച്ചിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും തന്നിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ ലൈഫിൽ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ആകെ ഒരു കാര്യം മാത്രമേ വിഷമമുള്ളൂ. ആ ചേച്ചി കുറച്ചുകൂടെ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ചേച്ചി കുറച്ചുകൂടെ ഹാപ്പി ആയേനെ എന്നുള്ളൊരു കാര്യം ആ ചേച്ചി ഷെയർ ചെയ്തു. അപ്പോഴാണ് ആ സാധനം എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെയാണ് ഈശോനെ അറിഞ്ഞത്, ഞാൻ നേരത്തെയാണ് ഉടമ്പടി എടുത്തേക്കണേ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുത്തത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ബെസ്റ്റ് ഡിസിഷനും ഈ ഉടമ്പടി എടുക്കുക എന്ന് തന്നെയാണ്. അതിത്ര ചെറിയ പ്രായത്തിൽ എടുത്തത് അന്ന് ഒരു തെറ്റായി പോയെന്ന് തോന്നിയെങ്കിലും ഇന്ന് പക്ഷെ ഞാനത് തിരുത്താണ്. അത് കഴിഞ്ഞ് എക്സാമുകൾ ബാക്കി 2 ഞാൻ
അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ നേർച്ച വസ്തുക്കൾ, തൈലം, ഉപ്പ് അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് എക്സാമിന് പോയതും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അത് കൊടുത്തിട്ടുണ്ട്, അവരുടെ നെറ്റിത്തെ തൈലൊക്കെ പൂശി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സാമുകൾ പാസ്സായി. ഈ ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഇതേപോലെ തന്നെ തൈലം നെറ്റത്ത് പൂശും, മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും, പള്ളിയിൽ പോവും. അങ്ങനെ അത് അത്യാവശ്യം നന്നായിട്ട് എന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയേ. അങ്ങനെ ഇൻ്റർവ്യൂസ് ക്ലിയറായി, കോൺട്രാക്റ്റ് കിട്ടി, ഓരോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കിട്ടി, വിസ കിട്ടി, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുത്തു. ഈ സെപ്റ്റംബർ 1 ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഈ സെപ്റ്റംബർ 1 ആകുമ്പോഴേക്കും ഞാൻ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ജർമ്മൻ ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളവർക്കൊക്കെ, എൻ്റെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ചെയ്യണ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസൊക്കെ ഞാൻ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ ബൈബിള് വായിച്ച് അതിനെപ്പറ്റി പറയുന്നതല്ല, അതും സുവിശേഷ പ്രഘോഷനാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞ് എക്സ്പീരിയൻസസ്, ഈശോനെയും മാതാവിനെയും പറ്റി കിട്ടുന്ന കുഞ്ഞ് എക്സ്പീരിയൻസസും അത് ഷെയർ ചെയ്യുന്നതും ഒരു കൈൻഡ് ഓഫ് സുവിശേഷ പ്രഘോഷനാണ്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുക്കുന്ന ഓരോ ഡിസിഷൻസിനും അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്യുമ്പോഴും ഈ നേർച്ച വസ്തുക്കളെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലേറ്റസ്റ്റായിട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴും മാതാവിൻ്റെ ഈ തൈലവും പിന്നെ ഉപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തായിരുന്നു. അതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഈശോയും മാതാവും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ലാഭങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിജന ജോഷി മാമ്പറ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. +2 ശേഷം ജർമ്മൻ പഠിക്കുകയും അതേ തുടർന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടോടെയാണ്. എന്നാൽ താൻ കടന്നു പോയ ബുദ്ധിമുട്ടുകളിൽ ഇത്ര ചെറുപ്പത്തിലെ ഉടമ്പടി എടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു ചോദ്യം, അത് പലപ്പോഴും ഓരോ മനുഷ്യരെയൊക്കെ കൂടുതൽ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടുന്ന ചില കടിഞ്ഞാണുകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആശ്വാസമായിട്ട് തന്നെ ഒരു സാക്ഷ്യത്തിലൂടെ, മറ്റൊരു വ്യക്തിയിലൂടെ അവളുടെ വിശ്വാസത്തെ കൂടുതലായിട്ട് സ്ഥിരീകരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്ര നേരത്തെ ദൈവത്തെ അറിയുവാനായിട്ട് സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്കിപ്പോഴത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നിബന്ധനകളിൽ കൃപാസന പത്രം കൊടുക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അത് മുമ്പോട്ടുള്ള ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈ മകളെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഈ മകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തനിക്ക് കടന്നു പോകേണ്ട കടമ്പകളിൽ എല്ലാ കാര്യങ്ങളും ക്രമത്തോടുകൂടി പരിശുദ്ധമ്മ കൃത്യമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും നിറച്ച വസ്തുക്കൾ ഉപയോഗത്തോടുകൂടി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് നിറച്ച വസ്തുക്കളുടെ വിശ്വാസത്തോടുള്ള ഉപയോഗത്തോടുകൂടി ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ഇനി ഈ മകളെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.